ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഓപ്ഷൻ സി ആണ് മലയാളം മിഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മീശ എന്ന നോവൽ രചിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി എസ് ഹരീഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. അത് 1951 മുതൽ 56 വരെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അതിന് ആൻസർ ഓപ്ഷൻ എ ആരോഗ്യ സേതു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ തൃശ്ശൂർ. ഏഴാമത്തെ അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. അത് ഓപ്ഷൻ സി ടെന്നീസ് ആണ്. അടുത്തതാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിൽ ഫസ്റ്റത്തെ പ്രസ്താവനയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അത് ശരിയാണ്. ശിശു പോഷകാഹാരം അതല്ല. പിന്നെ മൂന്നാമത്തെയാണ് വനിതാ ശാക്തീകരണം. അതും ശരിയാണ്. പിന്നെ നാലാമത്തെയാണ് വായ്പാ വിതരണം. അത് തെറ്റാണ്. അപ്പോൾ 1, 3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്. അത് ആൻസർ ഓപ്ഷൻ സി പത്തനംതിട്ട. പത്താമത്തെയാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്. അത് 10 എസ് സോമനാഥ്. എ ആണ് ആൻസർ. 11മത്തെയാണ് വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറഞ്ഞാൽ നശിക്കാത്തതായിരിക്കും, പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ സൗരോർജം കറക്റ്റ് ആണ്. ജൈവവാതകവും സൗരോർജവും അതും ശരിയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജം അപ്പം അതും ശരിയാണ്. അപ്പൊ 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കരാതിർത്തിയാണ്. അപ്പോൾ 13 ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ 4ഉം വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്. 14 ആൻസർ മൗണ്ട് എവറസ്റ്റ് ആണ്. ഓപ്ഷൻ എ. 15മത്തെ ക്വസ്റ്റ്യൻ ആണ് മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. അത് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശിലാണ്. 16മത്തെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. അത് ആൻസർ ഓപ്ഷൻ എ ഉത്തര മഹാസമതലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്. അത് ഓപ്ഷൻ എ ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 18മത്തെയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 19 ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. അത് NH-44 എന്നറിയപ്പെടുന്ന ബി ആണ് ആൻസർ വരുന്നത്. 20മത്തെ ക്വസ്റ്റ്യൻ ആണ് മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്ത് കൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ്. ഓപ്ഷൻ ഡി കൊങ്കൺ റെയിൽവേ. 21മത്തെ ക്വസ്റ്റ്യൻ ആണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അത് ഓപ്ഷൻ സി 1955 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. അത് ഓപ്ഷൻ എ ആണ് ഹേബിയസ് കോർപ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ 6 ആണ്. ഫസ്റ്റ് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ സ്വത്തവകാശം റിമൂവ് ചെയ്തപ്പോൾ ഇപ്പൊ നിലവിൽ 6 എണ്ണാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് 42ാം ഭേദഗതിയാണ് ആൻസർ. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്. അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ് 1947 ജൂലൈ 22. 26മത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്. അത് ഗംഗയാണ്. 2008 നവംബർ 4 അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 27മത്താണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്.
അത് ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന പുസ്തകത്തിൽ നിന്നാണത് എടുത്തിട്ടുള്ളത്. അടുത്തതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? അത് ഓപ്ഷൻ ബി 52 സെക്കൻഡ്. 29ാമത്തെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? അത് ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ടുള്ളത് 1993 ഒക്ടോബർ 12-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏത്? ഓപ്ഷൻ ഡി മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അത് രാജസ്ഥാൻ ബേസ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. അതില് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. 1-ൽ 4 വരുന്നത് ഏതാ നോക്കിയാൽ മതി. അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. പിന്നെ സാന്താൾ കലാപം നടന്ന വർഷം 1855-56-ലാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? അത് ബംഗാളാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 35 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? അത് ഓപ്ഷൻ ബി ചേറ്റൂർ ശങ്കരൻ നായർ, സി ശങ്കരൻ നായർ. 36ാമത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്. അത് 1857 മെയ് 10-നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയി വരുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വിറ്റ് ഇന്ത്യ ദിനം. അത് ഓഗസ്റ്റ് 9, 1942. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അത് ഓപ്ഷൻ എ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നതാണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞാല് റഷ്യ ഉക്രൈൻ യുദ്ധത്തില് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ. നെക്സ്റ്റ് 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ്. ഓപ്ഷൻ എ ഫസൽ അലി. 41ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഈ മംഗളവനം. ഓപ്ഷൻ എ ആണ് ആൻസർ. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായല്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 44 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. ഓപ്ഷൻ ഡി ആലപ്പുഴ. 46 കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ അത് മറയൂരാണ്. ഓപ്ഷൻ സി. 47 കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ്? അത് ഓപ്ഷൻ സി എറണാകുളമാണ്. 48 കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ബി പെരിയാർ ആണ്. 244 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? അത് ഓപ്ഷൻ ബി മലപ്പുറമാണ്. 50ാമത്തെയാണ് സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 51 തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഇതിന് ആൻസർ ഓപ്ഷൻ എ വക്കം അബ്ദുൽ ഖാദർ മൗലവി. 52ാമത്തെയാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപമാണ്. പിന്നെ 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? അത് ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ്. 54 പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? അത് ഓപ്ഷൻ ബി ആണ് മലബാർ കലാപമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55 താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? അതില് ദൈവ ദശകം, ദർശനമാല, ശിവശതകമാണ് ഒരേ ഗ്രൂപ്പിൽ പെടുന്നത്. നിജാനന്ദ വിലാസം ഓപ്ഷൻ ഡി ആണ് ഗ്രൂപ്പിൽ പെടാത്തത്.
56-ാമത്തേന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? അത് ഓപ്ഷൻ എ പയ്യന്നൂരാണ്. 57-ാമത്താണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? അത് തൃശ്ശൂരാണ് 1936. ഓപ്ഷൻ ബി. 58-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അത് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ്. 59 കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 60 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. അത് നടത്തിയിട്ടുള്ളത് നേതൃത്വം നൽകിയിട്ടുള്ളത് മന്നത്ത് പത്മനാഭനാണ്. 61-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യന്റെ പ്രധാന വിസർജന അവയവം? അത് ഓപ്ഷൻ എ വൃക്കകളാണ്. 62 ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. അതില് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളുന്നു, അത് ശരിയാണ്. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അത് തെറ്റാണ്. പിന്നെ 3-ാമത്തെയാണ് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു, അത് ശരിയാണ്. പിന്നെ 4-ാമത്തെ ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു, അത് തെറ്റാണ്. അപ്പൊ 1, 3 ആയിരിക്കും ശരി. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. 63-ാമത്തെയാണ് ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? അത് ഓപ്ഷൻ ഡി ജീവകം ഡിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? അതില് ക്ഷയം, ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ ക്ഷയം ഉണ്ട്, അപ്പൊ അത് ബാക്ടീരിയ രോഗമാണ്. 2-ാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ നിപ്പ, എയ്ഡ്സ്, അത് രണ്ടും വൈറസ് കാരണം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. പിന്നെ 65-ാമത്തെയാണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൌത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ഓപ്ഷൻ ബി ആർദ്രം പ്രോജക്ട്. 66-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ബി നൈട്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? അത് ഓപ്ഷൻ ഡി ആയിരിക്കും സസ്യപരിപാലനം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പെട്രോൾ ആണ്. 69-ാമത്തേതാണ് കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? അത് പ്രിയങ്കയാണ് ആൻസർ വരുന്നത്. പാവന്റെ വിത്തിനമാണ്. 70-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ഓപ്ഷൻ എ കോഴിക്കോടാണ്. 71-ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. അതില് ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, അത് ട്രൂ ആണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ, അതായത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം, അതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്, അതും ശരിയാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയിട്ടുള്ളത് റൂദർഫോർഡ് ആണ്, അതും ശരിയാണ്. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ, അത് തെറ്റാണ്. ഐസോടോപ്പുകളായിരിക്കും അത്. അപ്പൊ ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 72-ാമത്തെയാണ് സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ, ഓപ്ഷൻ സി ആണ്. 73-ാമത്തെയാണ് കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? അത് ഓപ്ഷൻ എ 4 ആണ്. 74-ാമത്തെയാണ് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം, അത് ഓപ്ഷൻ ബി 1 ആണ്. പ്രോട്ടിയത്തിലാണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും, ഡ്യൂട്ടീരിയത്തിലാണെങ്കിൽ 1 ആയിരിക്കും, ട്രീഷ്യം ആണെന്നുണ്ടെങ്കിൽ 2 ആയിരിക്കും ന്യൂട്രോണുകളുടെ എണ്ണം. 75-ാമത്തെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് ഓപ്ഷൻ ബി സോഡിയം ബെൻസോയേറ്റ് ആണ്. 76-ാമത്തെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? അത് ഓപ്ഷൻ ബി 4 ഇരട്ടിയായി വർദ്ധിക്കും. 77-ആണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഭാരം എന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ. 78 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 79-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? അത് ഓപ്ഷൻ എ ഓറഞ്ചിനാണ്. 80-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്, ഓപ്ഷൻ ബി കെൽവിൻ.